ബാബി ഗേൾ തിരിച്ചുപോയി, ഇതിൽ വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട്. വലിയ തിരക്കിടില്ലാത്തൊരു പടം. ആറാട്ട് പോലുള്ള സിനിമ എടുത്ത മോഹൻലാലിനെ വിട്ട് എടുത്ത അതേ ഒരു കാറ്റഗറിയിൽ പെടുന്ന സിനിമയാണ്. മാധ്യമ വ്യഭിചാരമാണ് ഇതിനകത്ത് തുറന്നു കാണിച്ച് ഒരു മികച്ചൊരു സിനിമ തിയേറ്ററിൽ പോയി കാണാം. ബി ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും മികച്ച സിനിമ. നിവിൻ പോളിയുടെ സർവമായ ശേഷം ഒരു പക്ക കംബാക്ക് മൂവിയാണ്. ബി ഉണ്ണികൃഷ്ണന്റെ ഇതിന്റെ മുമ്പത്തെ പടങ്ങളെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ തന്നെയാണ് സിനിമ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നിവിൻ പോളി സർവമയത്തിലൂടെ കംബാക്ക് അടിച്ചു. ബാബി ഗേൾ തിരിച്ചുപോയി, ഇതിൽ വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട്. ഒരു ഉണ്ണികൃഷ്ണന്റെ എന്താണോ സംഭവം അതുപോലെ തന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. രാഷ്ട്രീയം കുറച്ച് പടം ഇത് റിലീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടും ഇലക്ഷൻ്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അവരൊരു പോസിറ്റീവ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ അതൊന്നും ഇതായില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് കുറേ രീതിയിലൊക്കെ നല്ല രീതിയിൽ വെളുപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു മനുഷ്യൻ കിടിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അതിൽ കുറേ രീതിയിൽ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയ ഒരു പക്കയായിട്ട് കാണിച്ചിരുന്നെങ്കിൽ അല്പം കൂടെ കൊള്ളായിരുന്നു. കാരണം ആ ഒരു മനുഷ്യനെ നല്ലതാണ് എന്ന് കാണിക്കാനാണ് നോക്കിയത്. പക്ഷേ കുറച്ച് മദ്യപാനം കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറേ രീതിയിലൊക്കെ കുറച്ച് മസാല കയറ്റിയിട്ടുണ്ട്. അതർവൈസ് നോക്കുമ്പോഴത്തേക്കും അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ കുറച്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ തീരെ മോശമായിട്ടില്ല, അവിടെ എവിടെയും തൊടാതെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല പടത്തിന്. ആ ഒരു ഇത് പടത്തിന് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. പക്ഷേ ഇലക്ഷനെ മുന്നോടിയായിട്ട് അവർ നോക്കുന്നതാണ്. അതുകൊണ്ട് CPIM ദോഷം ചെയ്യാനാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള യാതൊരു ഇതുമില്ല. പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അത് ഒരു ഫിക്ഷണലൈസ്ഡ് ആയിട്ടൊരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. വലിയ തിരക്കിടില്ലാത്തൊരു പടം. പ്രേക്ഷകർ ഇഷ്ടപ്പെടും. അത് ഇപ്പോൾ ഫസ്റ്റ് ഷോ അല്ലേ ആയുള്ളത്, വൈകുന്നേരം അല്ലേ അറിയത്തുള്ളൂ ബുക്കിംഗ് ഒക്കെ അനുസരിച്ച്. ഏറ്റവും മികച്ച ഒരു അവതരണ രീതിയാണിത്. ഇതിൽ അഭിനയത്തിന്, വ്യക്തികളുടെ അഭിനയത്തിന് പ്രസക്തിയില്ല. ആ കഥയുടെ പ്രസൻറ്റേഷൻ, അത് ആ സംവിധായകൻ്റെ മിടുക്കാണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ്റെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ അവതരണമാണ് അതിൽ പ്രസക്തി. വളരെ നല്ല സിനിമ, ബ്രഹ്മാണ്ഡ ചിത്രം. ആറാട്ട് പോലുള്ള സിനിമ എടുത്ത മോഹൻലാലിനെ വിട്ട് എടുത്ത അതേ ഒരു കാറ്റഗറിയിൽ പെടുന്ന സിനിമയാണ്. ഇതിനകത്ത് പറയാൻ വാക്കുകളില്ല. മാധ്യമ വ്യഭിചാരമാണ് ഇതിനകത്ത് തുറന്നു കാണിച്ച് ഒരു മാധ്യമം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല മാധ്യമങ്ങളുണ്ട്. ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് പറയുന്ന കുറേ വാർത്തകൾ, ഈ വാർത്തകളെല്ലാം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണെന്നും എല്ലാം ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാർ ഞാൻ വിചാരിച്ചതിനകത്ത് പുള്ളിയുടെ പൊളിറ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. പൊളിറ്റിക്സ് അല്ല ഇതിനകത്ത്. പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവരെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി മീഡിയ തന്നെ പ്രവർത്തിച്ച് മീഡിയ തന്നെ ന്യൂസ് ഉണ്ടാക്കുന്നതാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അടിപൊളി പടം. ബി ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും മികച്ച ചിത്രം ഇത് തന്നെയാണെന്ന് അടയാളപ്പെടുത്തേണ്ടി വരും. വേറെ ഒരു സംശയവുമില്ല. ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഏറ്റവും മികച്ച സിനിമ. അത്രയും പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. നമ്മൾ ഒരു അടിയോ ഫൈറ്റോ അങ്ങനത്തെ ഒന്നുമല്ല. പക്ഷെ നമ്മൾ തിയേറ്ററിനകത്തിരുന്ന് രോമാഞ്ചം കൊള്ളേണ്ട പല സീനുകളും അത്ര ഉറപ്പിച്ച് നമുക്ക് പറയാം ഇതൊരു വലിയൊരു വൻ വിജയമാകും. കാരണം ഈ ഒരു ഇലക്ഷൻ സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിന് എതിർത്തുള്ള സിനിമയല്ല നമ്മൾ കാണണം. ഈ വാർത്തകളൊന്നും നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല. ഇതൊക്കെ അവരുണ്ടാക്കുന്ന വാർത്തകൾ. ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് അതിജീവിതകളുടെ മൊഴികളും എല്ലാം ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ചാനലുകാർക്ക് എങ്ങനെയാണ് അത് ഫസ്റ്റ് ഓൺ എന്ന് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിജീവിതകളൊന്നും വെളിയിൽ വന്ന് പറയുന്നില്ല. ഇതെല്ലാം ഒരു മാധ്യമത്തിന് തന്നെയാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര മികച്ച സിനിമ. ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഈ സിനിമ. പല മഹത് വ്യക്തിത്വങ്ങൾക്കെതിരെ ഉണ്ടായ ഈ സ്ത്രീ വിഷയമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് അവർ സൃഷ്ടിച്ചെടുക്കുന്നതെന്നും ഓരോരുത്തരുടെ പ്രതിച്ഛായ എങ്ങനെ തകർക്കുന്നതെന്നും പുതിയൊരു ഭരണത്തിന് എങ്ങനെ അവരുടെ നിലയിൽ നിൽക്കുന്ന ഭരണങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നതെന്നും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഉറപ്പായും മികച്ചൊരു സിനിമ തിയേറ്ററിൽ പോയി കാണാം. ബി ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും മികച്ച സിനിമ. അത്രേ പറയാനുള്ളത്. സിനിമ എങ്ങനെയുണ്ട്? സിനിമ അടിപൊളിയാണ്. എങ്ങനെ ഇതിൽ രാഷ്ട്രീയം അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ? രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഇൻഡയറക്ട്ലി ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു അലിഗേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഒരു നല്ല രീതിയിൽ പ്രതിപാദിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ സംസാരിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് കരുത്താണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ ആ ഒരു വേട്ടയാടി സംഭവം സത്യം പറഞ്ഞാൽ സിനിമയിൽ അത് ഡയറക്റ്റ്ലി പറയുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി അത് തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞു വരുന്നത്. നിവിൻ പോളിയുടെ സർവമായ ശേഷം ഒരു പക്ക കംബാക്ക് മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ്. രാഷ്ട്രീയം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. രാഷ്ട്രീയം പറഞ്ഞ് ഉമ്മൻചാണ്ടി വിഷയം പറയുന്നുണ്ട്. അത് തെറ്റാവൂല, ഒട്ടും ആവൂല. നിവിൻ പോളി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള
ഒരു ചിത്രമുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയോ പ്രത്യേകിച്ചുള്ള കഥകൾ പറയുന്നതല്ല. രാഷ്ട്രീയത്തെ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് പുതുകാലഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, അത് അവരുടെ കുടുംബജീവിതത്തിലേക്ക് വ്യാപിക്കുമുണ്ടാകുന്ന വിഷയങ്ങൾ. ഇത് രണ്ട് വലത് ഇടത് പ്രത്യയശാസ്ത്രത്തിൻ്റെയും കണ്ണികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എന്നാൽ പറയേണ്ട രീതിയിൽ ആരെ എങ്ങനെ മഹത്വവൽക്കരിക്കുന്നൊന്നുമില്ല. എന്നാൽ മഹത്വവൽക്കരിക്കുന്നത് മാത്രമല്ല, പല ബിംബങ്ങളും നമ്മൾ ഈ സിനിമയിൽ തുടക്കത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് ചില നേതാക്കളെ ഉന്നയിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ തന്നെയും ആ ബിംബങ്ങളെപ്പോലും ഒന്ന് ഉടച്ചു കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒടുവിൽ ആ ബിംബങ്ങളെ തന്നെ വാഴ്ത്തിപ്പാടുന്ന തരത്തിലേക്ക് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ അതിഭീകരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരു ഡയറക്ടറുടെ തനത് സിനിമാ ശൈലിയുടെ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ സിനിമ മുന്നേറുന്നത്. പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ചോ വലിയ ഡയലോഗുകളോ പഞ്ച് ഡയലോഗുകളോ ഒന്നും പ്രത്യേകിച്ചില്ല. പിന്നെ നിവിൻ പോളി എന്ന് പറയപ്പെടുന്ന ഒരു ആക്ടറിന് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. സർവ്വമായ എന്ന് പറയപ്പെടുന്ന ചിത്രത്തിന് ശേഷം നിവിൻ പോളിക്ക് വഴങ്ങണത് ഈ തമാശ നിറഞ്ഞൊരു ക്യാരക്ടറാണെന്നുള്ളതിൻ്റെ തെളിച്ചപ്പെടുത്തൽ കൂടിയാണ് ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നായകനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം കൈകെട്ടി നിൽക്കുകയാണ്, വലിയ അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മ്യൂസിക് എല്ലാ ഘട്ടങ്ങളിലും പലപ്പോഴും അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുഴപ്പമില്ല ഒരു പടം. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ വളരെ ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ഗംഭീരമായിട്ടുണ്ട്. എന്നാലും കാണാൻ തക്ക വിധത്തിലേക്കുള്ള ഒരു പടമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് സൈലന്റ് ലാഗായിരുന്നു. എന്നാലും ബി ഉണ്ണികൃഷ്ണൻ്റെ ഇതിൻ്റെ മുമ്പത്തെ പടങ്ങളെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ തന്നെയാണ് സിനിമ. നല്ലൊരു പൊളിറ്റിക്കൽ ഫാമിലി സ്റ്റോറി തന്നെയാണ് സംസാരിച്ചിരുന്നത്. കുറച്ച് കഥകൾ കുറച്ച് ഒരു മനസ്സിലാവാത്ത രീതിയൊക്കെ ഉണ്ട്. അവസാനം വരുന്ന ഒരു എടുപിടി എന്ന് പറഞ്ഞ് തീർത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു അവസാനമാകുമ്പോഴേക്കും. അങ്ങനെ കുഴപ്പമില്ല, നല്ലൊരു ഗുഡ് അറ്റംപ്റ്റ് തന്നെ. അങ്ങനെ തോന്നത്തില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി ആ പേര് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് തോന്നി. അത് ശരിക്കും പറഞ്ഞാൽ വേണ്ടുന്നൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയ ഒരു മനുഷ്യരായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തിനൊരു ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് തോന്നി സിനിമ. എന്നാലും കൊള്ളാം. ഒരു ആസ് എ സിനിമ കണ്ടിരിക്കാനും മ്യൂസിക്കും ബാക്കിയുള്ള പരിപാടികളെല്ലാം നന്നായിട്ടുണ്ട്. ക്യാമറ നന്നായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു ശൈലിയിൽ നിന്ന് വിട്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് കുറേ നാളുകൾ കൊണ്ട് ഇറങ്ങിയ ഏറ്റവും മികച്ചൊരു ഡയറക്ടർ സംഭവം തന്നെയാണ്. നിവിൻ പോളി വളരെ കൈയടക്കത്തോടുകൂടി അച്ചടക്കത്തോടെയും ചെയ്തിട്ടുള്ള ഒരു റോളാണ്. നിവിൻ പോളി വീണ്ടും തെളിയുകയാണ് നല്ലൊരു ആക്ടർ എന്നുള്ളത്. നിവിൻ പോളിയും എടുത്തു പറയേണ്ട 2-3 പേരുണ്ട്. ഒന്ന് ഹരിശ്രീ അശോകൻ, പിന്നെ നമ്മുടെ അവൻ്റെ പേര് ഷറഫുദ്ദീൻ, മണിയമ്പിള്ള രാജു ആയിക്കോട്ടെ, എല്ലാം കാസ്റ്റിംഗൊക്കെ വളരെ മികച്ചതായിരുന്നു. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട വേറൊരു പേര് ബാലേന്ദ്രമേനോൻ. അത് കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ല ഒരു അടിപൊളി ക്യാരക്ടറാണ് അത്. സിനിമ എന്തായാലും എൻ്റെ വിജയം പരാജയമൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. നല്ല സിനിമയാണ്. കണ്ട് ഫാമിലിയായിട്ട് ഒരു രാഷ്ട്രീയ സിനിമ എന്നുള്ളതിനപ്പുറം ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എടുത്തത്. എങ്ങനെയുണ്ട് സിനിമ? സിനിമ ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ധാരാളമൊക്കെ നമ്മളൊരു പൊളിറ്റിക്സ് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിട്ടായിരിക്കും പോവുക. ഏകദേശം സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ അങ്ങനത്തെ ഏകദേശം ആ ഒരു നെറേറ്റീവിലായിരിക്കും പോവുക. അപ്പം ഒരു 100% പ്രൊപ്പഗണ്ട സിനിമ ആയിരിക്കുമോ? പ്രൊപ്പഗണ്ടയൊക്കെ ഉണ്ട്, കുറേ ഇതൊക്കെ ഇതിനകത്തെല്ലാം പറയുന്നുണ്ട്, പച്ചയ്ക്ക് പറയുന്നുണ്ട്. എടുത്ത് പറയുകയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പശ്ചാത്തലമാക്കി ഒരു കുടുംബം, ഒരു പൊളിറ്റിക്കൽ ഫാമിലീനെ ബേസ് ചെയ്തിട്ട് നടക്കുന്ന ഒരു കഥയും പിന്നീട് ആ വരുന്ന റിവെഞ്ചും കാര്യങ്ങളും ഇതൊക്കെ പോയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കോൺഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയിൽ ഒരിക്കലും ഒരു അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ, വേറെ പേര് മാറ്റി ആയിരിക്കും കാണിക്കുക. പക്ഷേ ഇതൊരു കോൺഗ്രസ് ഫാമിലി ഒരിതാണ്. മറ്റു പാർട്ടിക്കാരെ പരാമർശിച്ച് തോന്നുന്നുള്ളൂ. ഡയറക്റ്റായിട്ട് അവർ പറയുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്. അത് ചില സിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം പിന്നീട് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ വേറൊരു ട്രാക്കിലേക്ക് മാറി. പിന്നെ നമുക്കാണെങ്കിൽ ഒരു രാഷ്ട്രീയം മാറി. രാഷ്ട്രീയത്തിൽ നിന്നും ഒരു കോർപ്പറേറ്റ്, എങ്ങനെയാണ് കോർപ്പറേറ്റ് മീഡിയാസിനെ ഇന്ന് ഭരിക്കുന്നത്, മീഡിയ എങ്ങനെയാണ് പലരും ചട്ടുകമായി മാറുന്നത്, എങ്ങനെയാണ് അജണ്ടകൾ മീഡിയ വഴി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കോർപ്പറേറ്റ് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിലെ തന്നെ പല കാര്യങ്ങൾ, അതായത് എന്താ പറയുക, റെവല്യൂഷൻ ആയിട്ട് മാറിയേക്കാൻ പറ്റുന്ന പല തീരുമാനങ്ങളും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ്ലി ഒരു കോർപ്പറേറ്റ് എങ്ങനെയാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്, അത് നമ്മുടെ ഡെമോക്രസി എങ്ങനെ ബാധിക്കും, ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മോശം സിനിമയായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു ഓക്കെ ഒരു ഇതാണ്. പിന്നെ നമ്മുടെ നിവിൻ പോളി കറുത്ത ഷർട്ടും മുണ്ടും ഇട്ട് നമ്മളെല്ലാം ആഘോഷമാക്കിയ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയെ കറുത്ത ഷർട്ടും മുണ്ടും ഇട്ട് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അന്ന് വേറെ ആഘോഷമായിരുന്നെങ്കിൽ അതിന്ന് അത് പൊളിറ്റിക്കൽ സിംബലൈസ് ചെയ്തിട്ട് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇനി എടുത്തു പറയുകയാണെങ്കിൽ കറുത്ത ഷർട്ട് മാത്രമല്ല ചുവന്ന ഷർട്ടും അദ്ദേഹം ഇടുന്നുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പം അത് ഇതാണ്. പക്ഷേ ഇത് വീണ്ടും ഒരു ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉൾപാർട്ടി രാഷ്ട്രീയം, അഭിപ്രായ ഭിന്നത ഇതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കോൺഗ്രസിനെ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. മറ്റു പാർട്ടിയെ ഒരു അങ്ങനെ ഒന്നും ഡയറക്റ്റായിട്ട് പറയുന്നില്ല. ഇൻഡയറക്റ്റായിട്ട് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കറിയാമല്ലോ ഇവിടെ ആരാണ് ഭരിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു പൊപ്പകണ്ട ഈ ഒരു ഇലക്ഷൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ എടുക്കാനും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനേക്കാളും മരിച്ചുപോയ മനുഷ്യനെയാണ് പലരും ഭയപ്പെടുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കേരളത്തിലൊരു പ്രമുഖ രാഷ്ട്രീയക്കാരനെ പറയാം. അപ്പോൾ അത് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇനി അവരുടെ പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മോശക്കാരനായി കാണിക്കാൻ നിർത്തിയ ബാറുകളെക്കാളും എൻ്റെ സങ്കടത്തിൽ നമുക്കിന്നൊരു ആവാം എന്ന് പറയുന്നതടക്കം എൻ്റെ അഴിമതി എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ പ്രതിച്ഛായ ഇതാണ് സമൂഹത്തിന് മുന്നിൽ. പക്ഷേ ഒരു സ്ത്രീപീഡന കേസ് വന്നു കഴിഞ്ഞാൽ അഴിമതി കേസുകൾ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് പറഞ്ഞ് നിൽക്കാം. എന്താ പറയുക, നമുക്ക് ഒരു ഡിഫെൻസീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാം. പക്ഷേ ഒരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ തീർന്നു. തീർച്ചയായിട്ടും ഇതാണ് ഇങ്ങനെ ഇതും പറയുന്നുണ്ട്. പിന്നെ മരണപ്പെട്ടതിന് ശേഷം ഈ കല്ലറയിൽ ആരും വന്നില്ല, ആൾക്കാർ വന്നില്ല എന്ന് പറയുകയും പക്ഷെ പിന്നീട് അത് മാറ്റി ഇതും ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ജീവിതത്തിൽ നടന്ന വിലാപയാത്രയെയും പള്ളിയിലെ മരണാനന്തര ചടങ്ങുകൾക്ക് തടിച്ചുകൂടിയ ജനങ്ങളെയും അതിനുശേഷവും കല്ലറയിൽ തടിച്ചുകൂടിയ ജനങ്ങളെയും എന്നൊക്കെ ലിങ്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അത് പിന്നീട് സിനിമയിൽ തന്നെ അതൊരു വേറെ രീതിയിൽ പിന്നെ അത് പറയുന്നുണ്ട് ആ ഒരു ആംഗിൾ. രാഷ്ട്രീയം എല്ലാം അത് പച്ചയ്ക്കായി ഇതിനകത്ത് പറയുന്നുണ്ട്. രാജീവ് ഗാന്ധിയുടെ റെഫറൻസ് വരെ ഇതിനകത്ത് വരുന്നുണ്ട്. ആകാശത്ത് പറന്നു നടന്ന വ്യക്തിയെ, അതായത് രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഈ ഒരു വലിയ പൊസിഷൻ കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും മറുപടിയായിട്ട് പറയുന്നത് ആകാശത്ത് പറന്നു കിടന്നവനെ നമുക്ക് മീൻസ് ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയാണ് നമ്മുടേത്. അങ്ങനെ നല്ല രീതിയിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും ഒരു നെഗറ്റീവ് ഭയങ്കരമായിട്ട് പോകുന്നില്ല. കുറേത്തൊക്കെ നെഗറ്റീവായിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും അത് അവസാനം എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് മാറുന്നുമുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്തായതുകൊണ്ട് ഇത് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഒരു ഇല്ല, ഡയറക്റ്റായിട്ട് അങ്ങനെ യാതൊരു സംഭവമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുവപ്പ് ഷർട്ടിട്ട് നിവിൻ പോളിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയത്തിൽ പറഞ്ഞ സ്പോയിലറായി പോകും. കുറച്ച് കാര്യങ്ങളുണ്ട് ഇൻഡയറക്റ്റായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഞാനൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇലക്ഷൻ്റെ അതിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയണോ അല്ലെങ്കിൽ ഒരു കരിവാരി തയ്ക്കുന്ന ഒരു സമീപനമല്ലേ എന്നൊക്കെ തോന്നിയെങ്കിലും പക്ഷേ പിന്നീട് അവർ നെറേറ്റീവ് ഇതിനകത്ത് പറയുന്നുണ്ട്. കെയർഫുള്ളി ഒക്കെ നെറേറ്റീവ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവർ സിനിമയ്ക്കകത്ത്. അപ്പം ആരുടെ ഭാഗത്തു നിന്നും നമുക്കൊരു ഡയറക്റ്റായിട്ട് കുത്തുവാക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ മാറ്റുന്നുണ്ട്. ഓവറോൾ സിനിമ നല്ല ഒരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ്. ഭയങ്കര ഒരു അങ്ങനെ പറയേണ്ടിയില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പല പല പോയിന്റ്സ് കോർപ്പറേറ്റ് മീഡിയ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ റവല്യൂഷൻ ഫ്രീ ആയിട്ട് മാറ്റാൻ പറ്റുന്ന പല തീരുമാനങ്ങളുടെ പിറകിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു കോർപ്പറേറ്റ് ഉണ്ടാവാം. അങ്ങനത്തെ രീതിയിൽ ധാരാളം കാര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ അതിൻ്റെ ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ഡ്രാമ പ്ലസ് കുറച്ച് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഇതുണ്ട്. പിന്നെ കുറേ ജനനായകൻ്റെ നമ്മുടെ വിജയുടെ വന്നില്ല, പക്ഷേ ഇവിടെ ഒരു ജനനായകനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഒരു ആകത്തുക ഞാൻ നിങ്ങളോട് പറഞ്ഞു നിന്ന് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയൊക്കെയായിരുന്നു എനിക്ക് പറയാനുള്ളത് സിനിമയ്ക്ക്.